യൂറിക് ആസിഡ് നമ്മുടെ ബോഡിയിൽ നിന്ന് യൂറിൻ വഴി എലിമിനേറ്റ് ചെയ്ത് പോകുന്ന ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. പക്ഷെ ചിലരുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് കൂടുതലായിരിക്കും. എന്തൊക്കെയാണ് യൂറിക് ആസിഡ് കൂടുമ്പോൾ വരുന്ന രോഗലക്ഷണങ്ങൾ? എക്സ്പെഷ്യലി സ്മോൾ ജോയിന്റ്സിൽ പെയിനും സ്വെല്ലിങ്ങും, വേദനയും നീരും വരിക. കൂടുതലും വിരലുകളിൽ, കാലിന്റെയും കയ്യിലെ വിരലുകളിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് കാലിലെ തള്ളവിരലാണ്. അതിൽ ഇൻഫ്ലമേഷനും സ്വെല്ലിംഗ് ഒക്കെ വന്നാൽ അത് ഗൗട്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതോടൊപ്പം തന്നെ കാണുന്ന ഒരു ഇതാണ് ഇടയ്ക്കിടയ്ക്ക് കിഡ്നി സ്റ്റോൺ വരിക, ബ്ലഡി യൂറിൻ പാസ് ചെയ്യുക, സ്കിന്നിൽ എന്തെങ്കിലുമൊക്കെ ഇച്ചിങ് വരിക. ഇതൊക്കെ യൂറിക് ആസിഡ് കൂടുന്ന രോഗലക്ഷണങ്ങളാണ്. യൂറിക് ആസിഡ് കൂടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട ഫുഡുകൾ പറയാം. റെഡ് മീറ്റ്, അതായത് ബീഫ്, മട്ടൺ, പോർക്ക്, ഇതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഷെൽ ഫിഷ്, ക്രാബ്, അത് ഞണ്ട്, കക്ക, ഷെൽ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഫിഷസ്, സീ ഫുഡൊക്കെ സീ ഫുഡിൽ കൂടുതലും ഷെൽ ഫിഷ് നല്ല രീതിക്ക് അവോയ്ഡ് ചെയ്യുക. കോളിഫ്ലവർ, മഷ്റൂം അവോയ്ഡ് ചെയ്യുക. കാരണം അതിൽ പ്യൂരിൻ കണ്ടന്റ് വളരെയധികം കൂടുതലാണ്. സോ കോളിഫ്ലവർ, മഷ്റൂം ഒക്കെ അവോയ്ഡ് ചെയ്യുക. ഒരുപാട് പ്രോസസ്ഡ് ഫുഡൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. ഇനി ഡ്രിങ്ക്സ്, ഷുഗറി ഡ്രിങ്ക്സ്, ബിയർ, ആൽക്കഹോൾ ഒക്കെ അവോയ്ഡ് ചെയ്യുക. കാരണം ഈസ്റ്റ് വെച്ചിട്ടാണ് ഇതൊക്കെ ഫെർമെന്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഫെർമെന്റേഷൻ നടത്താൻ വേണ്ടി ഈസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഈസ്റ്റ് ബോഡിയിൽ വീണ്ടും യൂറിക് ആസിഡിനെ കൂട്ടുകയാണ് ചെയ്യുന്നത്. സോ ആൽക്കഹോൾ, ബിയർ ഒക്കെ അവോയ്ഡ് ചെയ്യുക.